കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലമറിയാനാണ്. 7 ഘട്ടങ്ങളിലായി നടത്തിയ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടവും പൂർത്തിയായതോടെ ഇനി കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ്. കേരളത്തിലെ BJPയുടെ പ്രകടനമാണ് ഇനി കെ സുരേന്ദ്രന്റെ ഭാവി നിശ്ചയിക്കുന്നത്. കേരളത്തിൽ BJP ഇത്തവണ സീറ്റ് നേടുകയും വോട്ട് വിഹിതം വർദ്ധിക്കുകയും ചെയ്താൽ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നേക്കും. അല്ലാത്തപക്ഷം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ട് വി മുരളീധരൻ നേതൃസ്ഥാനത്തെത്താൻ സാധ്യതയുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കെ സുരേന്ദ്രന്റെ കാലാവധി നീട്ടി നൽകിയിരുന്നു. 2 ടേം വരെ പ്രസിഡന്റാകാമെന്നതിനാൽ 2 വർഷം കൂടി സുരേന്ദ്രന് ബാക്കിയുണ്ട്. നേരത്തെ പ്രസിഡന്റായിരുന്ന മുരളീധരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവരുടെ വിശ്വസ്തനാണ്. നിലവിൽ 15% കേരളത്തിൽ BJPയുടെ വോട്ട് വിഹിതം. 30 ലക്ഷത്തോളം വോട്ടാണ് BJPക്കുള്ളത്. ഇത് 18 മുതൽ 20% വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് 1.5 വർഷമായി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്താനും വ്യാപക ശ്രമമുണ്ടായി. തൃശൂർ, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലാണ് BJP കേരള ഘടകത്തിന്റെ പ്രതീക്ഷ. ഇരു മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ്. തൃശൂരിൽ ഇത്തവണയും BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി തന്നെയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് മണ്ഡലത്തിലെ BJPയുടെ വോട്ട് ശതമാനം കുത്തനെ കൂട്ടാൻ സാധിച്ചിരുന്നു. മാത്രമല്ല 2019 തിരഞ്ഞെടുപ്പിന് ശേഷവും സുരേഷ് ഗോപി തൃശൂരിൽ കാര്യമായി പ്രവർത്തിച്ചിരുന്നു. സുരേഷ് ഗോപിക്ക് വേണ്ടി മോദി 1-ൽ കൂടുതൽ തവണ കേരളത്തിലേക്ക് എത്തിയതും വളരെ ശ്രദ്ധേയമായതാണ്. മാത്രമല്ല കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ജനസ്വീകാര്യത സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ തൃശൂരും സുരേഷ് ഗോപിയും BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. BJP വലിയ പ്രതീക്ഷ പുലർത്തുന്ന മറ്റൊരു മണ്ഡലമാണ് തിരുവനന്തപുരം. കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറാണ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് രാജീവിന് വൻ ജനസ്വീകാര്യതയും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ മണ്ഡലം BJPക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ. തൃശൂരും തിരുവനന്തപുരത്തും പാർട്ടി പൂർണ്ണ പ്രതീക്ഷ നൽകുമ്പോൾ ആറ്റിങ്ങൽ, പത്തനംതിട്ട, പാലക്കാട് എന്നിവിടങ്ങളിലും പ്രതീക്ഷയുണ്ട്. ആലപ്പുഴ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കൊല്ലം, ആലത്തൂർ, കോട്ടയം, വടകര എന്നിവിടങ്ങളിൽ വോട്ട് വർദ്ധിപ്പിക്കുമെന്നും കരുതുന്നു. മോദി സർക്കാരിന് 3ാം വട്ടം ഭരണമുറപ്പായാൽ അൽഫോൺസ് കണ്ണന്താനം, കുമ്മനം രാജശേഖരൻ എന്നിവർ ഗവർണർ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുമെന്നും സൂചനയുണ്ട്.